വിനയമാതാവ്. പരിശുദ്ധ അമ്മയുടെ ഗുണനാമത്തോട് ബന്ധപ്പെട്ട ഒരു തിരുനാളാണിത്. പരിശുദ്ധ കർമ്മല മാതാവ് വഴി ലഭിച്ചിട്ടുള്ള പ്രത്യേക സംരക്ഷണത്തിന് നന്ദി പറയുവാൻ കർമ്മലീത്തർ തിരഞ്ഞെടുത്ത ഒരു ദിനമാണ് ജൂലൈ 17. എന്നാൽ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതു മുതൽ ജൂലൈ 16 തീയതിയിലേക്ക് ഈ തിരുനാൾ മാറ്റി. പരിശുദ്ധ കന്യകാമറിയം വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശീലിച്ച ഒരു പുണ്യമാണ് വിനയം. ജെറൂസലേമിൽ യേശു വലിയ ബഹുമാനാദരം ഏറ്റുവാങ്ങിയപ്പോൾ അവിടെ അമ്മയെ കണ്ടില്ല. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും നിന്ദ്യമായ രീതിയിൽ പുത്രൻ കുരിശുമരണത്തിൽ തൂക്കപ്പെട്ടപ്പോൾ മറിയം ആ കുരിശിന് ചുവട്ടിലുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, നിർമ്മല കന്യകെ, എളിമയുടെ മാതൃകയെ, നിന്റെ വിദ്യാലയത്തിലെ ഒരു പഠിതാവായി എളിമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ സ്നേഹിക്കുവാനും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാനും ആവശ്യമായ എളിമ നിറച്ച് എന്നെ പൂർണ്ണമായും നിന്റേതാക്കി തീർക്കണമേ. ആമേൻ. സുകൃതജപം. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ എളിമ ഞങ്ങളെയും പരിശീലിപ്പിക്കണമേ.